പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ നശിപ്പിക്കാനുള്ള ഗൂഢനീക്കം നടക്കുന്നതായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശംഖുമുഖത്തെ ചരിത്രപ്രസിദ്ധമായ ആറാട്ടുകടവ് പാതയ്ക്ക് കുറുകെ പടുകൂറ്റൻ പടിക്കെട്ട് നിർമ്മിച്ചു. അൽപ്പശി പൈങ്കുനി ആറാട്ടുകൾ നടക്കുന്ന കൽമണ്ഡപത്തിന് മുന്നിലാണ് ഇറിഗേഷൻ വകുപ്പ് അശാസ്ത്രീയ നിർമ്മാണം നടത്തിയത്. ഇതോടെ പടിക്കെട്ടുകൾ ചുറ്റി പത്മനാഭസ്വാമിയുടെ വിഗ്രഹം എഴുന്നള്ളിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ജനം ബ്രേക്കിംഗ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏതെങ്കിലും രീതിയിലുള്ളൊരു ഹൈന്ദവാചാരം എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കുളം തോണ്ടാമെന്ന് വിചാരിക്കുന്ന സർക്കാരുകളാണ് കേരളം ഭരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തെന്ന് പറയുന്നത് അവിടെ റൺവേ അടച്ചിട്ട് വിമാന സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് വളരെ ആചാരപ്പെരുമയോടെ നടത്തുന്ന ഒരു ആഘോഷമാണ്. അപ്പോഴാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനെതിരെ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് എന്നുള്ളതല്ലേ? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്ന പൈങ്കുനി അൽപ്പശി ആറാട്ട് 6 മാസത്തിലൊരിക്കലാണ് നടക്കുന്നത്. അങ്ങനെ ആ ആറാട്ട് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ശംഖുമുഖം കടൽത്തീരം, ആ കടൽത്തീരത്തോട് ചേർന്ന് 16 കൽ മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള, അതായത് മണ്ഡപത്തിന് മുൻപിലുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പരമ്പരാഗത വീതിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മതിൽ കെട്ടി മറച്ചിരിക്കുന്നത്. പടുകൂറ്റൻ മതിൽ കെട്ടി മറച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഈ ആറാട്ടിന് കടന്നു വരാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. അതായത് കൽമണ്ഡപത്തിന് നേരെ, കൽമണ്ഡപത്തിൽ ഈ ആറാട്ടെത്തുകയും അവിടെ ദേവന്റെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും. ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും പത്മനാഭസ്വാമിയുടെയും എല്ലാം വിഗ്രഹങ്ങൾ സ്ഥാപിക്കും. അതോടൊപ്പം തന്നെ അവിടെ പൂജ കഴിക്കും. അതിനുശേഷം ഭഗവാന്റെ ഗരുഡവാഹനം അവിടെ ആ കൽമണ്ഡപത്തിന് സമീപത്ത് നിർത്തും. അവിടെ ഗരുഡവാഹനത്തിന് ഓപ്പോസിറ്റായിട്ടാണ് തുടർന്ന് വിഗ്രഹവുമായി ഈ കാണുന്ന സ്ഥലത്തേക്ക് എത്തുകയും ഈ മണൽത്തിട്ടലിൽ നിന്നുകൊണ്ട് ആറാട്ട് നടത്തി പൂജ കഴിപ്പിക്കുകയും ചെയ്യും. തന്ത്രി പത്മനാഭസ്വാമിയുടെ ഈ വിഗ്രഹത്തിൽ പൂജ കഴിക്കുമ്പോൾ ആ ആറാട്ട് മണ്ഡപത്തിലേക്ക് നോക്കിയിരുന്നാണ് പൂജ കഴിക്കുന്നത്. എന്നാൽ അങ്ങനെ പൂജ കഴിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ മതിലുകൾ കെട്ടിയതോടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ വലിയ മതിൽ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയുന്നു. വലിയ മതിലാണ് ഇങ്ങനെ കെട്ടിമറിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പരമ്പരാഗത വീതി, ആ വീതി അടഞ്ഞു പോകും, വീതി മുറിഞ്ഞു പോകും. തുടർന്ന് ഇനി ഒരു ആറാട്ട് സമയത്ത് വരണമെങ്കിൽ പോലും ഇങ്ങനെ നേരെ വരാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇങ്ങനെ നേരെ വരണമെങ്കിൽ ഈ പടുകൂറ്റൻ പടികൾ കടന്ന് വേണം ഈ വിഗ്രഹവുമായി കടൽ തീരത്തേക്ക് എത്താൻ. എന്നാൽ അതിന് സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. തുടർന്ന് ഇനി അങ്ങനെ അല്ലാതെ തന്നെ വരണമെങ്കിൽ പോലും ഇപ്പോൾ BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ചേരുന്നുണ്ട്. കരമന ജയൻ, താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, പത്മനാഭസ്വാമിയുടെ എഴുന്നള്ളിപ്പ് നടന്നു വരുന്ന പാതയിലാണ് ഇത്തരത്തിലുള്ളൊരു നിർമ്മാണം കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ ആ നടക്കുന്ന പൂജയുടെ അതിൻ്റെ ഒരു സംശുദ്ധിയെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. കരമന ജയൻ, അത് കടൽ ഭിത്തി നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം തന്നെയാണ്. പക്ഷേ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങൾക്ക് ശ്രീപത്മനാഭസ്വാമിയെ ആറാടാൻ കൊണ്ടുവരുന്നത് ശംഖുമുഖം ആറാട്ട് മണ്ഡപത്തിലാണ്. ആ മണ്ഡപത്തില് ഭഗവാന്റെ ഗരുഡവാഹനം ഗരുഡവാഹനത്തിന് നേരെ ദർശനം കിട്ടുന്ന തരത്തിലേക്കാണ് ആറാട്ട് പൂജ നടക്കുന്നത്. പക്ഷെ ആ ഭാഗമാണ് കെട്ടി അടച്ചിരിക്കുന്നത്. അപ്പൊ അത് മാറ്റണമെന്നാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ ആവശ്യം. 25 അടി നീളത്തില് അത് ക്രമീകരിച്ച് കെട്ടിയത് മാറ്റിത്തരണമെന്നുള്ള ആവശ്യമാണ് ഇന്നലെ ഇറിഗേഷൻ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് പരിഗണിക്കാമെന്നുള്ള ഒരു ഉറപ്പ്, നല്ലൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ 28-ാം തീയതി ബഹുമാനപ്പെട്ട തന്ത്രി തിരുമേനി അദ്ദേഹം അവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ കേട്ടിട്ട് തീരുമാനം എടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് ക്ഷേത്രവിശ്വാസത്തെ തകർക്കാനും ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം ക്ഷേത്രം ആവശ്യപ്പെട്ട രീതിയിൽ ചെയ്യാതെ, എന്താണോ ക്ഷേത്രം ആവശ്യപ്പെട്ടത്, ക്ഷേത്രത്തിന്റെ ഭരണസമിതി ആവശ്യപ്പെട്ടത്, അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത്. അത് ശക്തമായ പ്രതിഷേധം ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിഗണിക്കാം എന്നുള്ളത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, നന്ദി കരമന ജയൻ പ്രതികരിച്ചതിന്.
പ്രശാന്തിലേക്ക് തന്നെ പോവുകയാണ്. പ്രശാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹവും പ്രകടിപ്പിക്കുന്ന സംശയം അത് തന്നെയാണ്. കാരണം ഇത് ആർക്കും അറിയാത്തതല്ല. ഇന്നലെ തലസ്ഥാനത്തേക്ക് വന്ന ആളുകൾക്ക് പോലും അറിയാം തിരുവനന്തപുരത്ത് നടക്കുന്ന ശ്രീപത്മനാഭന്റെ ആറാട്ട് ഘോഷയാത്ര എങ്ങനെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ ആറാട്ട് ഘോഷയാത്ര നടക്കുന്ന വഴിയിൽ ആ ആറാട്ട് ഘോഷയാത്രയുടെ രീതികൾക്കനുസരിച്ചല്ലാതെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നൊരു തലത്തിലേക്ക് അത് തള്ളിവിടുന്ന സാഹചര്യത്തിലേക്ക് ഒരു നിർമ്മാണ പ്രവർത്തനം വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ അറിയാവുന്നതാണ്. എന്നിട്ടും അവരിത് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിലൊരു ചില സംശയങ്ങൾ ഉയരുക തന്നെയല്ലേ പ്രശാന്ത്? പ്രജിത്ത്, തീർച്ചയായും അത് തന്നെ വേണം പറയേണ്ടിയിരിക്കുന്നത്. ഇത്തരത്തിൽ ആറാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തിരുവനന്തപുരത്തുള്ളവർക്കായാലും ശരി കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം പത്മനാഭസ്വാമിയുടെ ആറാട്ട് എങ്ങനെയാണെന്നും അതിൻ്റെ പവിത്രത എന്താണെന്നും എല്ലാം എല്ലാവർക്കും അറിയാം. എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു അശാസ്ത്രീയമായ നിർമ്മാണം നടത്തിയത്, അശാസ്ത്രീയമായ രീതിയിൽ പടിക്കെട്ടുകൾ നിർമ്മിച്ചത്. ഇതോടുകൂടിയാണ് ഇറിഗേഷൻ വകുപ്പാണ് ഈ പടിക്കെട്ടുകൾ നിർമ്മിക്കുകയും ഈ കടൽ ഭിത്തി എന്ന നിലയിലാണ് ഈ പടിക്കെട്ടുകൾ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ അപ്പോൾ ഈ ആറാട്ടുത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ആ ആറാട്ടുത്സവം എങ്ങനെയാണോ നടക്കുന്നത്, അതിൻ്റെ പരമ്പരാഗത വീതി എങ്ങനെയാണ് എന്നൊന്നും മനസ്സിലാക്കാതെയാണ് ഇവർ ഈ പടിക്കെട്ടുകൾ ഇത്തരത്തിൽ നിർമ്മിച്ചത്. കോൺക്രീറ്റ് കൊണ്ട് പടിക്കെട്ടുകൾ നിർമ്മിച്ചത്. ഇതോടുകൂടിയാണ് ആചാരം തന്നെ ഇല്ലാതാകുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു സമരം നടന്നിരുന്നു. അതായത് ഈ വിമാനത്താവളത്തിനുള്ളിൽ കൂടി പരമ്പരാഗത പാതയിൽ കൂടി അതായത് ഈ വിമാനത്താവളത്തിനുള്ളിൽ കൂടിയുള്ള ഘോഷയാത്ര അനുവദിക്കരുത് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് നേരത്തെ ഒരു വലിയ സമരമൊക്കെ നടന്നിരുന്നു. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് നടന്നത്. അതായത് ആ യാത്ര അതുവഴി മാറ്റി വിടുന്ന ഒരു നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നീട് അത് വേണ്ട എന്ന് പ്രതിഷേധങ്ങളെടുത്ത് വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇതും. അതായത് ഈ പാതയെ തന്നെ നശിപ്പിക്കുക, പരമ്പരാഗതമായിട്ടുള്ള വഴികളെ നശിപ്പിച്ചുകൊണ്ട് പത്മനാഭസ്വാമിയുടെ ആചാരത്തെ, അത് ഹൈന്ദവ സമൂഹത്തിൻ്റെ പവിത്രമായി കരുതുന്ന ഒരു ആചാരം, അൽപ്പശി പൈങ്കുനി ആ ഉത്സവത്തെ തന്നെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന സംശയമുണ്ട്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നു. ഇതിൽ നിർമ്മാണത്തിൽ നിലവിൽ നിൽക്കുന്ന അശാസ്ത്രീയ നിർമ്മിതികൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് യഥാർത്ഥ വഴി പുനഃസ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ ആചാരം നടത്തുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈന്ദവ സംഘടനകളും ഹിന്ദു ഐക്യവേദിയും പറയുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം ഇതിനോടനുബന്ധിച്ചുണ്ടാകുമെന്നും ഹിന്ദു ഐക്യവേദി പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ശംഖുമുഖം തീരത്താണ് പരമ്പരാഗത പാതയ്ക്ക് കുറുകെ പടുകൂറ്റൻ പടികൾ പണിയുകയും പത്മനാഭസ്വാമിയുടെ ആറാട്ട് മഹോത്സവത്തെ തന്നെ നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഓക്കെ പ്രശാന്ത്, എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നതാണ്. ശ്രീപത്മനാഭന്റെ ആറാട്ട് നടക്കുന്ന വേദിയിൽ ആ വഴി മുടക്കുന്ന രീതിയിൽ ഒരു നിർമ്മാണം വരുമ്പോൾ അത് മനഃപൂർവ്വം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ശക്തമായ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകളടക്കം രംഗത്ത് വന്നിട്ടുണ്ട്.